ഞാൻ പറഞ്ഞ പോലെ മണൽ വാഴാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട്, മണൽ മാഫിയ. പിന്നെ അതുപോലെ തന്നെ പത്രം ഇടാൻ പോയിട്ടുണ്ട്. പിന്നെ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് നിന്നിട്ടുണ്ട്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിക്കണവന് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും അത്രേ ചോദിക്കുള്ളൂ. ആന്ന് പറയും. അതേമാതിരി ഐസിക്കാൻ പോകും. ചെറിയതായപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മുന്നെയാണ് ഇതൊക്കെ. പേപ്പർ വെച്ച് മണൽ വരാൻ പോകും, ഹോട്ടൽ പണിക്ക് പോയി. എൻ്റെ ചെറുപ്പം മുതലേ എന്നെ നോക്കിയതും എന്നെ വളർത്തിയതും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും എല്ലാം ഉമ്മയായിരുന്നു. ഫാമിലിയിലടക്കം പല ആൾക്കാരും അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരടക്കം എടാ ഇനി പഠിക്കാൻ പോകണ്ട, ഈ ഗൾഫ് പോയിക്കാൻ എൻ്റെ ഉമ്മനെ നോക്കണ്ടേ, ഇനി ഈ പഠിച്ച എൻ്റെ ഉമ്മാനെ കഷ്ടപ്പെടുത്താനാണോ ഈ നോക്കണത്. ഷിബിലി ഒരു 4 വർഷം മുന്നേ ഒരു ഇന്റേണായിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് തുടങ്ങിയിട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായി, പിന്നെ സീനിയറായി, പിന്നെ ലീഡായി, അത് കഴിഞ്ഞിട്ട് വേറൊരു ടീമും കൂടെ പ്ലേസ്മെൻറ്റ് ടീമും കൂടെ ഹാൻഡിൽ ചെയ്ത് അതും ഹെഡ് ചെയ്ത് അങ്ങനെ പല പല ടീം മാനേജ് ചെയ്ത് ഇപ്പം 4 വർഷമായിട്ട് പ്രോട്ടോടൈപ്പിൻ്റെ ഗ്രോത്തിൽ, അതായത് ഏകദേശം 10 പേരുള്ളപ്പോൾ വന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് ഏകദേശം 200-ലേറെ ആൾക്കാരുണ്ട്. 6 സിറ്റീസിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ് നമ്മുടെ CEO ആയിട്ടുള്ള ഷിബിലി. നമ്മുടെ ഷിബിലിക്ക് നമ്മളിന്നൊരു കാർ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഒരു മാസം എത്ര വരെ കൊണ്ടുപോയിട്ട് എന്നാലും പറയണം. എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്ക് 7 ലക്ഷമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ഇല്ലേ. ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചതോട്ടെ. എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിൽ വന്നിട്ട് ഒരു ഹയർ പൊസിഷനിലോട്ട് എത്തുക, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ ഞാൻ കീപ്പ് ചെയ്യണം, ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ വർക്കിനുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യുക, ഷിബിലിനെ കണ്ടിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. സോ ഇതൊക്കെ ചോദിക്കാനുണ്ട് നമുക്ക്. എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ലൈഫ് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് അവൻ്റെ പ്ലാൻ, എന്താണ് ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഹബ്ബിലോട്ട് പോവാം. ഒരു 3rd ഫ്ലോറിലാണ് നമ്മുടെ അസിൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ടെക് പാർക്കിലപ്പോൾ നമ്മളുള്ളത്. ഇതാണ് നമ്മുടെ ഹബ്ബ്. ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. കുറച്ച് പേരുള്ള രാത്രിയാണ്. ഞങ്ങൾ രാത്രി ഷൂട്ട് ചെയ്യണത്. ഇപ്പോൾ ഏകദേശം സമയം 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും നല്ല വർക്കത്തിൽ കൂടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഈ ഷിബിലി എന്നുള്ള ആളെ കുറിച്ച് പറയുമ്പോഴേ, ഷിബിലിനെ നമ്മൾ ശരിക്കും ഷിബിലിൻ്റെ വലിയൊരു കഥയുണ്ട്. അതായത് എപ്പോഴും ഞാൻ പല മീറ്റിങ്ങിലും പറയുന്നൊരു കഥയാണ്. അതായത് തുടക്കത്തിൽ ഷിബിലി വന്നപ്പോൾ നമ്മളൊരു ഇൻറ്റേണായിട്ട് ഒരു 3 പേരെ നമ്മളെ കോമ്പസ് എന്നുള്ള, അതായത് കുട്ടികളെ കോഡിങ് പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം തുടങ്ങാമെന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഷിബിലിനൊക്കെ ഹയർ ചെയ്യണത്. അപ്പോൾ ഷിബിലിനെ ഹയർ ചെയ്യും. ഷിബിലി ഹയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷിബിലി ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് നടക്കൂല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ ആ പ്രൊഡക്റ്റ് നിർത്താൻ തീരുമാനിച്ചപ്പോൾ ടെർമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ, അതായത് 3 പേരെ നമ്മൾ കോമ്പസ് എന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റേൺസ് ആയിട്ട് എടുത്താണ്, നമുക്ക് നടക്കൂല എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കൂല എന്ന് കണ്ടപ്പോൾ നമ്മൾ നിർത്തുകയാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, നമ്മൾ സ്റ്റാർട്ടപ്പാണ്, നമുക്ക് അന്നാണെങ്കിൽ വരുമാനമില്ല, നമുക്ക് തന്നെ ഇരിക്കാനുള്ള സീറ്റിൻ്റെ വരുമാനമില്ല, അപ്പോൾ നമുക്കൊരു വഴിയില്ല അവരെ പിടിച്ച് നിർത്താനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്ത്, നടക്കൂല, പോവാം, എന്താ പറയുക, നിർത്താം, അതായത് നിങ്ങൾ 3 പേരും പിരിഞ്ഞു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിരിച്ചു വിട്ട കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഷിബിലി. അപ്പോൾ അന്ന് ഷിബിലിനെ നമ്മൾ പറഞ്ഞു വിടുകയും അത് കഴിഞ്ഞിട്ട് അവൻ പക്ഷെ എന്ത് ചെയ്ത്, എല്ലാ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത ഒരാളാണ്. ആ വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ഹബ്ബിലോട്ടൊന്ന് കയറാം. ഇതാണ് നമ്മുടെ ബ്രോ ക്യാമ്പ്. നമ്മുടെ ബാംഗ്ലൂർ ഹബ്ബിൽ 8 മണി, ഞാൻ പറഞ്ഞു 8 മണി കഴിഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ എന്തായി കാര്യം, എന്താ അവസ്ഥ? പ്രൊജക്റ്റ് തന്നെയാണോ? എവിടെ ഷിബിലി എവിടെ? ഇതാണ് ഞാൻ പറഞ്ഞ ഷിബിലി. നിന്നെ കുറിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിന്നെ പണ്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലോ, ആ മൈക്ക് കൊടുത്തവന് നിന്നെ എന്താ പറയാ ഇന്റർനെറ്റ് എടുക്കുകയും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ആ കഥ ഞാൻ തുടങ്ങി. എന്നിട്ട് തുടങ്ങി നീ വന്നാണ്ട് ഇരുന്നല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അത് മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് മുതൽ പറഞ്ഞു കൊടുത്തേക്ക് എന്താ സംഭവിച്ചതല്ലേ. അന്ന് നീ വിളിച്ചു വെച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നത്? ഫസ്റ്റ് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു കൊച്ചിയിൽ. ഒരു 1 മന്തിന്റെ ഉള്ളിലാവുന്നുള്ളൂ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ക്രോസ് റോഡ്സ് കണ്ട് പഠിച്ച് നിങ്ങളെ ഫാനായി നിന്ന സമയത്താണ് എന്ത് ചെയ്ത് ആ കൊച്ചിയിൽ ആ കമ്പനിയിൽ ജസ്റ്റ് ട്രെയിനി ആയിട്ട് ഇങ്ങനെ കയറുന്നത്. അതിൻ്റെ ഇടയിൽ അന്ന് അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് ഒരു ഇന്റേൺഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കോള് വന്നത് ഞാൻ അവിടെ കയറിയതിൻ്റെ ശേഷമാണ്. അങ്ങനെ കോള് വന്നു, ഞാൻ കൺഫ്യൂസ്ഡ് ആയി, അവിടെ നിൽക്കണോ അല്ലെങ്കിൽ പോരണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് നിങ്ങളെ കോൺടാക്ട് നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിഖിലേട്ടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, ഞാൻ അങ്ങനെ ചെയ്യാണ്, ഇവിടെ വർക്ക് ചെയ്യാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് കോൾ കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിന് വരണോ അല്ലെങ്കിൽ ഞാൻ നിൽക്കണോ പോരണോ എന്താ വെച്ചാൽ.
അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിച്ചു അവിടുത്തെ സാലറി ഉണ്ട്, അപ്പോൾ സാലറി ഒന്നും ആയിട്ടില്ല, അപ്പോൾ എത്ര കൂടും എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആവുമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ, ഇവിടെ ഇപ്പോൾ 8000 സാലറി ഉള്ളത്, പിന്നെ പെർഫോമൻസ് നോക്കിയിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളെ ടീമിൽ വർക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇന്ന് പിന്നെ കയറി പോരെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് അങ്ങനെ ഞാൻ കയറി പോരാൻ പറയും. കയറി പോകുന്ന അവസാനം കോമ്പസ് ബിൽഡ് ചെയ്ത് നോക്കിയപ്പോൾ നടക്കൂല, ഇത് പൂട്ടിക്കെട്ടണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് തന്നെ അടുത്ത മാസത്തേക്ക് ഉള്ള ആൾക്കാർക്ക് സാലറി കൊടുക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം എന്ത് ചെയ്ത് എടുത്ത ഇന്റേൺസിന് പറഞ്ഞു വിടാൻ തീരുമാനിച്ച്. അങ്ങനെയാണ് ഇവർ 3 പേരോട് എന്നാ നിർത്താം, പരിപാടി നടക്കൂല, ഇറങ്ങാന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചു പറഞ്ഞത്. കറക്റ്റ് 1 മന്ത് സാലറി കിട്ടി പിറ്റേന്നൊക്കെയാണെന്ന് തോന്നുന്നു നേരെ വന്നിട്ട് പറയുന്നത്. സാലറി തന്നിട്ടുണ്ടല്ലോ, സന്തോഷായി. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയാ, അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ചില്ലേ? അത് കഴിഞ്ഞല്ല എല്ലാരോടും എന്താ പറയാ നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്, നിങ്ങളെ ഞങ്ങൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമാധാനിപ്പിച്ചാണ്ടാ വിടുന്നത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഓക്കെ ഇത് പരിപാടി കഴിഞ്ഞിക്കണ്. പക്ഷെ എനിക്ക് ആ കാര്യം ഓർമ്മയില്ല കേട്ടോ. അതായത് ഇവൻ ജോബ് വിട്ടിട്ടാണ് വന്നത് എന്നുള്ളൊരു ചിന്ത ആ പറഞ്ഞു വിട്ട സമയത്തില്ല. പിന്നെ നീ സംസാരിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് പേഴ്സണലായിട്ട് അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലോ ഞാൻ വീട്ടിലൊക്കെ എന്ത് ചെയ്തു, ഓക്കെ അത് നിർത്താണ്, എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുകയും ചെയ്തു. ഇവിടെ ആകുമ്പോൾ കറക്റ്റ് 1 മന്ത് പെരിയിൽ പോകാനും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും 2 കൽപ്പിച്ച് എന്ത് ചെയ്യാം, ഒന്ന് സംസാരിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങനെ താല്പര്യമുണ്ട്, അല്ല എനിക്ക് തോന്നുന്നു ആ ഒരു 1 മന്ത് കുഴപ്പമില്ലാണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ സംസാരിച്ചും ചെയ്തു. അപ്പം പിന്നെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പൂട്ടിയ പടത്തിലല്ല വേറെ റോളാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താ അപ്പൊ ഇങ്ങോട്ട് ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത് എനിക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, മലപ്പുറം, അതാണ് ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളാകെ 10 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അക്കൗണ്ട്സ് ടീമിൽ ഒരാൾ, സെയിൽസ് ടീമിൽ ഒരാൾ, കൗൺസിലറായിട്ട് അല്ല അഡ്വൈസറായിട്ട് ഒരാൾ, അങ്ങനെ ഓരോരുത്തരൊക്കെ ഓരോ ടീമിലുണ്ടായിരുന്നു. ഒറ്റ ക്യാബിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇവരെന്ത് പണിയാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത ഒരാളാണ് സിയാഫ്, നമ്മുടെ വെരി ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എൻ്റെ മെൻറ്ററൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ ഈ ചെയ്യുന്നത്, അതായത് അഡ്മിഷൻ ടീമിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഓൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൻ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് എനിക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് തന്നെ ആ സമയത്ത് തന്നെയാണ് സിയാഫിനൊരു അസിസ്റ്റന്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരാളെ കൂടി ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയൊക്കെ വന്ന ആൾ അപ്പം തന്നെ പോയൊരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത് അങ്ങോട്ട് ചോദിച്ചതായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ വന്ന പൊസിഷനിലേക്ക് ഞാൻ കയറിക്കോട്ടെ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓക്കെ കയറിക്കോ, എന്നിട്ട് പിന്നെ സെയിൽസിനെ കുറിച്ച് സെയിൽസ് അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊക്കെ നിങ്ങൾ 2 മോട്ടിവേഷൻ തന്ന് അങ്ങനെ ഒരൊറ്റ ദിവസത്തിലാണ് എന്ത് ചെയ്തത്, എൻ്റെ കരിയർ എൻറ്റയർലി ഞാൻ ചിന്തിക്കാത്ത ലെവലിലേക്ക് ഒരു ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഒരൊറ്റ ദിവസം ഒറ്റ മിനിറ്റിലെ ഇതിലാണ് എന്ത് ചെയ്തത് കംപ്ലീറ്റ് ചേഞ്ച് ആയത്, സെയിൽസിലോട്ട് മാറിയത്. യെസ്. അങ്ങനെ സെയിൽസിൽ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ CEO ആയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്റേണായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 3.5 വർഷമായി. 3.5 വർഷം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുള്ളൊരു സ്വിച്ചിങ് അല്ല എനിക്ക്. ഞാൻ 1 by 1 ആയിട്ട് ഗ്രോ ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 1 മന്ത് ഇന്റേൺ ആയിട്ട് നിന്നു, നിങ്ങൾ പുറത്താക്കാൻ നോക്കി, പുറത്തായില്ല. എന്നിട്ട് ഞാൻ പിന്നെ സിയാഫ് ഈ പറഞ്ഞ പോലെ സിയാഫിൻ്റെ അണ്ടറിൽ കയറി. ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ സിയാഫ് ആ ടീമിൽ നിന്ന് മൂവ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് BD എന്നുള്ള സംഭവം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടൊരു 1 ഇയർ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ആ കൊണ്ടുപോയി. പിന്നീട് അതിലേക്ക് ആൾക്കാരെ ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ ടീം ലീഡായത്. പിന്നെ എൻ്റെ അണ്ടറിൽ ടീം ലീഡ്സ്മാർ വന്നപ്പോൾ ഞാൻ ടീം ഹെഡായി. ആ സമയത്താണ് പിന്നെ ഒരു ദിവസം വൈകുന്നേരം വിളിച്ച് ഞാൻ ബാംഗ്ലൂർ പോവല്ലേ ചോദിച്ചത്. അങ്ങനെ പിന്നെ പ്ലേസ്മെൻറ്റ് ടീമിലേക്ക് പോയി. അങ്ങനെ ഒരു 3.5 വർഷത്തെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻട്രി സൈഡ് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കുട്ടികളെ എൻട്രി ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ. എക്സിറ്റ് സൈഡും പ്ലേസ്മെൻറ്റ് സെല്ലിൽ 1 ഇയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതും അറിയാം. ഇനി എനിക്ക് ആകെ കുറച്ചൊന്ന് പയറ്റി തെളിയുണ്ടായിരുന്നത് ഓപ്പറേഷൻസ്, അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളായിരുന്നു. അതും അതെ, അതും ക്ലിയർ ആയിട്ട് വരുന്നു, വലിയ പ്രശ്നമല്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇല്ല. വീട് എവിടെയാണ്? വീട് ഇതാ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാളികാവ് എന്ന് പറയും. ഒരു ഫുട്ബോളൊക്കെ അറിയുന്ന KFC കാളികാവ് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ ടീമുണ്ട്. കളി ഫോളോ ചെയ്യുന്ന അറിയില്ല, കേട്ടിട്ടൊന്നുമില്ല.
നിങ്ങളാരെയും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെയാണ്. ആയിക്കോട്ടെ. പണ്ട് കോളേജിലെ വലിയ MSF കാരനാണ്. MSF അല്ല, സോറി, KSU വലിയ നേതാവാണ്. അതെ അതെ. പറ, KSU ലൈഫ് പറ. കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജ് ഞാൻ പഠിച്ചത് പാലക്കാട് NSS കോളേജിലാണ്. എഞ്ചിനീയറിംഗിൽ ECE ആയിരുന്നു. പാലക്കാട് NSS ലാണല്ലേ നീ? അതെ. ഓ, അവിടുത്തെ സൂപ്പർ ആയിരുന്നു. ഓ, അങ്ങനൊന്നും പറയില്ല, അങ്ങനൊന്നുമില്ല. സപ്ലി ഒന്നും ഇല്ലായിരുന്നു? അല്ല, അത് ആക്ച്വലി എന്താ പറയാ, ബിടെക് ആയിരുന്നു. ബിടെക് ആയിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കുറച്ച് മുമ്പിലൊരു കാര്യം പറഞ്ഞുതരാം. അപ്പം തല്ലുണ്ടാക്കി പുറത്താക്കി. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, ലൈക്ക് കരിയർ എന്ത് യൂസ് ചെയ്യണം എന്നുള്ള ചുമ്മാ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ കുറെ സാധനങ്ങൾ ഇന്നതാവാന്നുള്ള മാറി മാറി ഞാൻ കുറെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിനും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകുന്ന പരിപാടിയുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ കുറെ ചോയ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഓക്കെ 2 ചോയ്സ് വന്ന്, ഒന്നെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ ഒരു സാധനം എടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ മെഡിക്കൽ എന്നുള്ളത് 2 കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്ന് ഭയങ്കര കോമ്പറ്റീഷനും, രണ്ടാമത്തത് ഇനിയിപ്പോൾ ആ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡോക്ടർ ആയാൽ പോലും ആൾക്കാർ അത് നെഗറ്റീവായിട്ട് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും നമ്മളടുത്ത് വരുന്ന ആൾക്കാരൊക്കെ പ്രശ്നങ്ങൾ പറയാനാണ് വരുന്നത്. ആ ഒരു രോഗം മാറി എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യാറില്ല, ഡോക്ടറെ അടുത്ത് വരാറില്ലല്ലോ. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നുള്ളത് ഓപ്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ എഞ്ചിനീയറിംഗ് ജോബ് മാത്രമേ ചെയ്യാത്തുള്ളൂ, ബാക്കി എന്തെങ്കിലും പോവാന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ സിനിമാ നടിമാരൊക്കെ കല്യാണം കഴിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് എടുക്കാന്നുള്ളൊരു അന്നത്തെ അതൊക്കെ മിക്കവാറും ഇന്റർവ്യൂ കഴിയുമ്പോഴേ CEO പൊസിഷനിലാണ് മാറ്റുക, ഞാൻ വേക്കൻസി പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സിനിമ നടിമാരെ കിട്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുമ്പോൾ. അല്ല, ആ ഒരു ജോബിന്റെ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലായത് അപ്പോഴാന്ന് പറഞ്ഞാൽ, അല്ല സിനിമാ നടിമാരെ കെട്ടാൻ വേണ്ടിയിട്ടല്ല. സിനിമാ നടിമാരൊക്കെ പല ആൾക്കാരും മാരേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പൊ അതൊരു വലിയതാണല്ലേ എന്നുള്ളൊരു മൈൻഡ് വന്നു എന്നുള്ളതാണ്, അല്ലാതെ വല്ല കെട്ടാൻ വേണ്ടിയിട്ടാക്കിയതല്ല. ആയിക്കോട്ടെ. അപ്പോ ഇതിൽ ഏതാന്നുള്ള അങ്ങനെ ഒരു ചോയ്സ് ആയിരുന്നു, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പൊ പിന്നെ എൻട്രൻസ് കിട്ടി, കുഴപ്പമില്ലാത്ത ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നുള്ളത് ഏത് എടുക്കണം എന്നുള്ളതാണ്. അതായത് CSE എടുക്കണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ EC എടുക്കണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ ആൾക്കാരോടൊക്കെ പോയി സജഷനൊക്കെ ചോദിച്ചു ഏതാ നല്ലത് എന്നൊക്കെ ഇതാക്കി. അപ്പോൾ എൻ്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞു ഈ EC എടുത്തോ, EC എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ മറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ? ഞാൻ പറഞ്ഞുതരാം. അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വേണമെങ്കിൽ സിനിമ നടിമാരെ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള ഐഡിയകളൊന്നും എനിക്കറിയില്ല. പറഞ്ഞു. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കും പോവാ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഫീൽഡിലേക്കും പോവാന്നാ. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഏതിലേക്കാണ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന അറിയില്ല. അങ്ങനെ ഒരു സജഷനിൽ എനിക്ക് തന്നതാണ്. അങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്തതും. ഈ പറഞ്ഞ പോലെ തന്നെ NSS കോളേജിലെത്തി. പക്ഷെ എനിക്ക് ആകെ പറ്റിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എൻട്രൻസിലൊക്കെ തിരിച്ചറിയണത് അത് വിട്ടില്ലപ്പോഴും. അപ്പോൾ ഞാൻ കോളേജിൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എൻട്രൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോകാന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഫിലിമൊക്കെ കണ്ടാണ് ഭയങ്കര അടിച്ചു പൊളിച്ചുള്ള കോളേജ് ലൈഫും അതുണ്ടല്ലോ. അല്ലാതെ കോളേജിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജോബ് ഭയങ്കരമായിട്ട് സെറ്റിൽ ആവണം അങ്ങനത്തെ ഒരു വൈബിലല്ല ഞാൻ പോയത്. എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്തുള്ള കുറേ ഇത്. അപ്പോൾ പക്ഷേ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങണം, എല്ലാവരും മുന്നിൽ അതൊന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ള സംഭവത്തിലൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അത് കിട്ടുകയും ചെയ്തു. ബട്ട് കോളേജിൽ കയറിയതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മളൊരു ഗോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംഫർട്ടാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് അതിനപ്പുറത്തേക്ക് ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്ത് ചെയ്തത്. അവിടെ എക്സാം വരും, പഠിക്കും, എക്സാമിന് മാത്രമാണ് പഠിക്കുക. ഒബ്വിയസ്ലി സപ്ലി വരും, സപ്ലി ക്ലിയർ ചെയ്യും, അടുത്ത സെം വരും, അടുത്ത സപ്ലി വരും. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോഴേക്ക് 2-3 സപ്ലി ബാക്കി ഉണ്ടായിരുന്നു. അടിയും ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നം. അവിടുത്തെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ. ഇവിടെ നമ്മുടെ ശിവന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. ശിവ കോളേജിൽ അത് ശരി. ശിവി ഞാൻ ഒരേ ബാച്ച് മേറ്റ് ആണ്. ശിവി ഞാൻ കട്ട ശത്രുക്കളായിരുന്നു. നിങ്ങൾക്ക് അറിയാനല്ലോ, കഴിഞ്ഞ ദിവസം IPL വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. ശിവ അവിടെ SFIന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു. അവനക്കൊക്കെ എന്നെ കണ്ട ദേഷ്യം വരുന്ന രീതിയിലുള്ള ആളായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങള് നല്ല രീതിയിലായത്. അത്രയും ഭയങ്കര ഇതുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അടി നടന്നിട്ടുണ്ട് കോളേജിൽ.
അത്യാവശ്യം അവിടെ അന്ന് ആ സമയത്ത് SFIക്ക് ഭയങ്കര ഇതിലുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ കുറെ മാറിയിട്ട് രണ്ടിനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജൂനിയേഴ്സിന്റെ ഒക്കെ ആയിക്കോട്ടെ. അവിടെ ആ ഒരു കൂട്ടത്തിൽ പോലും KC ആയി നിൽക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനം വേണം. ഞാൻ എന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഒരു ഉറപ്പ് എന്നൊക്കെ പറയും ആ സാധനം. മനസ്സിലായോ? അങ്ങനെ അതായിരുന്നു കോളേജ് ലൈഫ്. അപ്പോ മറ്റേ ദുൽഖർ പറഞ്ഞാരി പണ്ട് SFIക്കാർ അടി ഓർമ്മണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യം പറയട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ ഒറ്റ മോനാണ്. ഉമ്മ മാത്രമാണ് ഉള്ളത്. ഉപ്പ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും ഉപ്പക്ക് എൻ്റെ ഒരു ചെറുപ്പം മുതൽ തന്നെ ഉപ്പൊക്കെ വയ്യാത്ത ആളായിരുന്നു. വയ്യാത്ത മീൻസ് കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ജീവിതശൈലി ബന്ധപ്പെട്ട രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ, അതായത് ഒരു ലാസ്റ്റ് ഒരു 1 year ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് വീണ് കാല് പൊട്ടി, നല്ല തടിയുള്ള ആളായിരുന്നു. അപ്പം നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കിടപ്പിലായി. അങ്ങനെ ഫുള്ളായിട്ടൊരു കുറേ കാലം കിടന്നിട്ട് പിന്നെ എന്ത് ചെയ്യായിരുന്നു, അങ്ങനെ ഇതാവുമായിരുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത് 2 വർഷം മുന്നേ? അല്ല, ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ULC സൈബർ പാർക്കിലൊക്കെ ആ സമയത്താണ്. അതെ അതെ, ഞാൻ കയറി കുറച്ച് കഴിഞ്ഞ സമയത്ത്. ഇപ്പം 2 years ആയി. 2 years കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ. ശരി. പിന്നെ ഉമ്മ ഉള്ളതല്ലേ? അതെ, ഉമ്മയാണുള്ളത്. ഓക്കെ. ഉമ്മ വർക്കുണ്ടോ? ഉമ്മ വർക്കുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചെറുപ്പം മുതലേ എന്നെ നോക്കിയതും എന്നെ വളർത്തിയതും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും എല്ലാം ഉമ്മയായിരുന്നു. ഐ മീൻ ഉപ്പാക്ക് ഇതേപോലെ വയ്യാത്ത ആളായതുകൊണ്ട് ഉപ്പാൻ്റെ കാര്യങ്ങൾ നോക്കുക, ഇതാക്കുക. ഉപ്പ ചെറിയ ചെറിയ ഹോട്ടലിൽ ജോലി ചെയ്യുക, അതേപോലെ പഴയ സാധനങ്ങളൊക്കെ ഇതാക്കുക, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് ഉപ്പാൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ പോകാനുള്ളൊരു ഇത് ആയിരുന്നു. അപ്പോൾ ഉമ്മയാണ് എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ പറഞ്ഞ പോലെ ഈ വീട്ടു ജോലിക്കൊക്കെ പോവുക, അതല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോവുക, ഇങ്ങനത്തെ ഫുൾ പണികളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അതെ, അത് എനിക്ക് തോന്നുന്നു, ഞാനത് ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനൊരു ആദ്യത്തെ 10 ആൾക്കാരിൽ പെട്ട ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെന്താ ഫാമിലി, അതേപോലെ തന്നെ ഇപ്പോൾ ഷെന്നാൻ്റെ ഫാമിലി ആണെങ്കിലും അഭിനന്ദിൻ്റെ ഫാമിലി ആണെങ്കിലും സിയാഫിൻ്റെ ഫാമിലി ആണെങ്കിലും അനഘേൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരെയും നിങ്ങൾക്ക് ഡയറക്റ്റ് പരിചയം പോലും ഉണ്ട്. പക്ഷെ എൻ്റെത് ആയിരിക്കും അത് നിങ്ങൾക്ക് കണക്ഷൻ ഇല്ലാത്തതായിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ പേഴ്സണലി നമ്മൾ കണക്ഷന് എത്ര ഇപ്പോൾ അഭിനന്ദായിക്കോട്ടെ, ഇവരെ കുറേ ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഭയങ്കര അടുത്തായിട്ടുള്ള ആൾക്കാരുണ്ട്. പാരൻസ് ഒക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ ഷിബിലിൻ്റെ വീട്ടിൽ ഇന്നവരെ പോയിട്ടില്ല, ഷിബിൻ്റെ ഉമ്മാനെ കണ്ടിട്ടില്ല. ഇല്ലല്ലോ, ഒരു വീട്ടിൽ വന്നിട്ടില്ലല്ലോ, നമ്മളവിടെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷിബിലിൻ്റെ ഉമ്മാനോട് ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. എന്തായാലും നമുക്ക് വ്ളോഗായിട്ട് തന്നെ പോവാം അല്ലേ? അപ്പോൾ ഞാൻ നാട്ടിലെ കാലിക്കറ്റ് പോയിട്ട് ഷിബിലിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് വീടൊക്കെ കണ്ടിട്ട് വരാം. ആ വീട് കാണുന്നുണ്ട്, അതിന് വേറെ കുറേ കഥകളുണ്ട്, അത് ഞാൻ പറയാനുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിക്കണവന് എഞ്ചിനീയറിങ് പഠിപ്പിക്കും അത്രേ ചോദിക്കുള്ളൂ. ആന്ന് പറയും. പിന്നെ ഞാൻ ആന്ന് പറയാന്നല്ലാതെ ഇവനാണ് മുന്നിക്ക് പോട്ടെ അറിഞ്ഞു. പിന്നെ ഞാൻ ഓടിയിട്ട് കിട്ടാത്ത ബാക്കി ഓനേൽപ്പിച്ചു. അങ്ങനെ ഇവിടെ എത്തി. എല്ലാവരും സഹായം കൊണ്ട്, നാട്ടുകാരെ, കുടുംബങ്ങളെ എല്ലാവരും സഹായം കൊണ്ട്, ദൈവത്തിന്റെ സഹായം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതേമാതിരി ഐസിക്കാൻ പോകും. ചെറിയതായപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മുന്നെയാണ് ഇതൊക്കെ. പേപ്പർ വിറ്റ് മണൽ വരാൻ പോകും. അങ്ങനെ പല ചുറ്റുപാടും നോക്കിയിട്ടുണ്ട്. ഹോട്ടൽ പണിക്ക് പോയി. മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എല്ലാ കുടുംബക്കാരും വീട്ടുകാർക്കൊക്കെ അറിയാം. എല്ലാവരും പറയലുണ്ട്. എന്താ വെച്ചാൽ ഓൻ്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജോലിക്ക് പോയിട്ട് മറ്റേ എല്ലാ ജോലിക്കും പോയിക്കണ്. വീട്ടില് മുമ്പ് വീട് ഇറക്കലേനി പണ്ട്. വാപ്പ കല്യാണം കഴിച്ചതിന് ശേഷം വീട് ഇറക്കലേനി. വാപ്പ ഒറ്റക്ക് പണിയെടുത്തുണ്ടാവില്ല, വീട് ഉണ്ടാക്കാം. പിന്നെ ഉണ്ടായതിനു ശേഷം പഠിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ വീട് കൊണ്ടൊന്നുമില്ല. പിന്നെ വണ്ടാൻ തുടങ്ങി. ഏത് ജോലി കിട്ടിയാലും എടുക്കും. അങ്ങനെ അങ്ങനെ പോയി എല്ലാം എടുക്കും. അങ്ങനെ പോയി. ഇപ്പൊ 2 കൊല്ലമായിട്ട് ജോലിക്ക് പോകണ്ട. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഒരു വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഒരു മകൻ എന്ത് കിട്ടണോ അത് ഓന് കിട്ടിയിട്ടില്ല. സംഗതിൻ്റെ ജ്യേഷ്ഠനാണ്, പക്ഷെ ഓൻ്റെ സാഹചര്യം, ഓൻ്റെ മാനസികാവസ്ഥയൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്, അതായത് എന്താ പറ്റി ഒരു വാപ്പാൻ്റെ അടുത്ത് ഒരു മകന് എന്തെല്ലാം ഒരു തലോടൽ കിട്ടിയാൽ തന്നെ അതൊന്നും കിട്ടാതെ, അതുമാത്രമല്ല അവൻ്റെ ദേഷ്യപ്പെടലും വേണ്ടി വന്ന മർദ്ദനവും ഒക്കെ കിട്ടിയിട്ടുണ്ട് താനും.
അതിൻ്റെ ഇടക്ക് പിടിച്ച് നിന്നാണ്ട് പഠിച്ചു വന്നതാണോ? അപ്പോൾ പൈസ ഉണ്ടായപ്പോൾ ഇപ്പം ഇല്ലാന്നുള്ളൊരു അതാണ്. ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ചെയ്യാണ്ടിറങ്ങുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മൾ ഏത് റെഡിയാവും എന്താ ഞാൻ സെറ്റാക്കും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അത് റെഡി ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ആ ഒരു വശം എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ പറഞ്ഞതും ഒരു കുറ്റായിട്ട് പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെയായിരുന്നു ഇപ്പം എൻ്റെ ഒരു മാനസിക ഇതെന്നുള്ളത്. എൻ്റെ ചെറുപ്പം മുതലേ എന്നെ നോക്കിയതും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും എല്ലാം ഉമ്മയായിരുന്നു. ഞാൻ ഒറ്റ മോനാണ്, ഉമ്മ മാത്രമാണ് ഉള്ളത്. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ഷിബിലിക്ക് നമ്മളിന്നൊരു കാറ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഷിബിലി വെറും 8000 രൂപ സാലറിയിൽ ഇന്ത്യനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. ആ ഷിബിലി ഇന്ന് 4 വർഷത്തിനപ്പുറം നമ്മുടെ CEO ആണ്, കമ്പനിയുടെ CEO ആണ്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഷിബിലിയുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഡെഡിക്കേഷനും ഫലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഷിബിലിക്ക് ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ഇന്ന് ഷിബിലിക്ക് പ്രസൻറ്റ് ചെയ്യണത്. അതായത് ഷിബിലിനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഷിബിലിനെ നമ്മൾ CEO എന്നുള്ള പൊസിഷനിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അത് പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിലല്ല, വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത തന്നെയാണ് അല്ലേ? വർക്കിനോടുള്ള ആത്മാർത്ഥതയും അതൊരു ഇപ്പോൾ പേഴ്സണൽ ബന്ധം വേണമെന്നില്ല, ഒരു ട്രസ്റ്റ് ബിൽഡ് ആവാൻ പേഴ്സണലി ഇപ്പോൾ കുറേ അറിയണമെന്നൊന്നുമില്ല. അത് നമ്മളല്ലാതെ തന്നെ നോക്കിക്കാണുന്നുണ്ടാവും. ഷിബിലിൻ്റെ കോളൊക്കെ നമുക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്ട് പലരോടും. ഷിബിലി ഒരു കോള് ചെയ്യുകയാണെങ്കിൽ ഷിബിലി ഹലോ എന്നൊരു കാര്യമുണ്ട്, ഇന്ന സ്റ്റുഡൻറ്റ് എന്നൊരു സംഭവം ഉണ്ട്, എന്താ ചെയ്യേണ്ടത്, ഓക്കെ ശരി, കോള് കഴിഞ്ഞു. അതായത് വേറെ ചിലരൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷം, എന്തുണ്ട്, വേറെ ചിലരല്ല നിങ്ങളായിരിക്കും കഥ പറയുന്നത്. ഞാനും കഥ പറയും. പക്ഷെ വിളിക്കുന്ന ആൾക്കാർ നോർമലി എന്തെങ്കിലുമൊക്കെ വിശേഷം പറയും. എവിടെയാണ്, എന്താണ്, കണ്ടില്ലല്ലോ, അത് കണ്ടില്ലല്ലോ, ഇത് കണ്ടില്ലല്ലോ, ഫംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ വിശേഷമൊക്കെ പറഞ്ഞിട്ടോ മാറ്ററിലോട്ട് വരിക. ഷിബിലി ഫോർത്ത് ആ സ്പോട്ടിൽ മാറ്ററാണ്. അതായത് ഞാൻ വിളിച്ചത് ഇന്നൊരു കാര്യമുണ്ട്, ഓക്കെ കഴിഞ്ഞു, സ്പോട്ടിൽ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ. ഷിബിലിൻ്റെ കോള് വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, ഷിബിലിനെ വിളിക്കാനൊരു സമാധാനമാണ്. എന്താ വെച്ചാൽ ചില വെറുപ്പിക്കൂല, അതല്ല ചില ആൾക്കാർ നമ്മുടെ ടീമിൽ ചില ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, വിളിച്ചു കഴിഞ്ഞാൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ ഒന്നാമത് ഇങ്ങനെ കോള് നമുക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ ഗ്രൂപ്പ് ഒരു കുറേ ഉണ്ട്, നമ്മൾ അവിടെ ഇവിടെ വോയിസ് നോക്കണം, അത് നോക്കണം. അപ്പോൾ കോള് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിലിൻ്റെ കോള് ഭയങ്കര ഇഷ്ടമാണ്. ആ കാര്യം പറഞ്ഞാൽ വെച്ചോളൂ, ആയിക്കോട്ടെ എടുത്താൽ മതി. അല്ല എന്നാലും ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ എടുക്കുന്ന ഒരു കോളാണ് ഷിബിലിൻ്റെ കോൾ. അപ്പോൾ അത് പക്ഷേ എന്താണ്, അത് മാത്രമല്ല കോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വർക്കിലും ആ ഒരു ട്രസ്റ്റ് നമുക്ക് പേഴ്സണൽ ബന്ധം വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പേഴ്സണൽ ബന്ധം വേണമെന്നില്ല, അത് മനസ്സിലാക്കാൻ. അല്ലാതെ തന്നെ ടീം റിയലൈസ് ചെയ്ത് കൊടുക്കണം അല്ലേ? അല്ല നീ മനസ്സിലാക്കിയിട്ടുള്ളത്? എനിക്കും അത് ഇപ്പോ എനിക്ക് സാറെന്ന് പറഞ്ഞാൽ നീ ഫൈസലിനായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ? ഇല്ലല്ലോ. നിങ്ങളത്രയും എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന കൂടുതലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കും. അതിനേക്കാളും കൂടുതൽ നിങ്ങളായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവും. അതാ പറഞ്ഞത്, നമുക്ക് ആർക്കും നിന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്നിട്ട് CEO-ലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അറിയില്ല. അങ്ങനെ പറയുമ്പോ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ സാറ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്, ആ ഒരു റെസ്പെക്ട് ഉണ്ട്, ആ ഒരു ഇഷ്ടം അതുണ്ട്. അതാണ് ഞങ്ങൾ ആ തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് വേറെ ചോദ്യമൊന്നുമില്ല. ഷിബിലിനെ വെക്കണം എന്ന കാര്യത്തിൽ ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുണ്ട്. പിന്നെ അതേ പെർഫോമൻസ് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. വന്നിട്ടുള്ളൂ 2-3 മാസമായി. നല്ല രീതിയിൽ എല്ലാ ടീം മെമ്പേഴ്സിനെ എടുത്തിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോണത്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ ഞാനായിരുന്നല്ലോ CEO ആയിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ അടങ്ങിയിരുന്നവരൊക്കെ ഒന്ന് സ്നേഹിച്ച് ഇവരൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പണിയെടുത്തോട്ടെ എന്നൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഞാനൊരു എന്താ പറയുക നന്മവരായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഷിബിലി വന്നപ്പോഴേ എല്ലാവർക്കും നല്ല പണി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അവിടെ ഇവിടെയൊക്കെ ഷിബിലിനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷിബിലിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു 100 ആരെങ്കിലും ഇവിടുത്തെ ടീമിൽ നിന്ന് കുറ്റം പറഞ്ഞിരിക്കണം, നിന്നെ ആ രീതിയിൽ മാനേജ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യുന്നില്ല. അല്ല വേറെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടല്ലോ, നീ പണ്ട് ഐസ് വിൽക്കാൻ പോയതും എന്തൊക്കെയോ പണിയെടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്.
ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പഠിത്തമാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നത് ഉമ്മയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ എനിക്ക് ചെറിയ കുട്ടിയായിരിക്കും LP സ്കൂളിലും ഇതൊക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് വെക്കേഷൻ ആകുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഉമ്മ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഞാൻ പോകാറുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിലും ഉമ്മ ജോലിക്ക് പോയി ഇതൊക്കെയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉമ്മ ബാക്കിയുള്ളവർക്ക്, അതായത് എൻ്റെ ഫാമിലി, ഞാൻ എൻ്റെ എളാപ്പാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, എൻ്റെ ഒരു ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊന്നും വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഏണിങ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ മണൽ വാഴാൻ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് മണൽ മാഫിയ പരിപാടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഐസ് വിൽക്കാൻ പോയിട്ട്, നമുക്ക് വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് 2 മാസം ഏത് വയസ്സിൽ ഏത് പ്രായത്തിലാവും? UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മാസം വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഐസ്, നമ്മളവിടെ ഐസിൻ്റെ കമ്പനി ഉണ്ട്. എന്നിട്ട് അത് എല്ലായിടത്തും പോയി PP പറഞ്ഞാണ്ട് ഇതാക്കിയിട്ട് അല്ല സൈക്കിളിൽ. പിന്നെ അതുപോലെ തന്നെ പത്രം ഇടാൻ പോയിട്ടുണ്ട്. പത്രം ഇടാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4 മണി 5 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ആ രീതിയിൽ. പിന്നെ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് എൻ്റെ തന്നെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഏണിങ്സ് കിട്ടാന്നുള്ള രീതിയിൽ എനിക്കിഷ്ടമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതൊക്കെ ഞാൻ പാസ്റ്റിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതായത് എന്ത് കിട്ടിയാലും ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്നൊന്നും എനിക്കില്ല, ഞാൻ ഇതല്ല ഇതിനപ്പുറം കണ്ടതാണ് എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണെങ്കിലും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷിബിലി ഇപ്പോൾ ഒരു മില്യണർ ആയത്. അതെ അതെ, പേപ്പറിലെങ്കിലും ഷിബിലി മില്യണറായി. ഷിബിലി ശരിക്കും റിച്ച് ലൈഫാണ് ഇപ്പോൾ. ഞാനൊക്കെയാണ് ഇപ്പോൾ അത് നിങ്ങൾ കാണണം കേട്ടോ. ഷിബിലിന്റെ പഴയ വീടിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഷിബിലിന്റെ പഴയ വീടും ഇപ്പൊ ഷിബിലി റീസെന്റ് ഒരു കിടിലം വീടൊക്കെ ഉണ്ടാക്കി അതിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഇവന്റിലല്ലേ നീ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഇതില് പുതിയ വീട് പണിത് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു. എനിക്ക് പോകാൻ പറ്റില്ല, അന്നും പോകാൻ പറ്റില്ല, അന്നും വേറെ എന്തോ പരിപാടി ചെയ്യുന്നതാണ്. പക്ഷേ ആ വീട് കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കോഫൗണ്ടറായ ഫൈസലും ഞെട്ടിപ്പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ മുറ്റത്ത് നമ്മൾ മുറ്റത്ത് ചരൽ മാറ്റി ടൈലിടണമല്ലോ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് 1 ലക്ഷം ഉറുപ്പ്യ തരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തരാ അവൻ്റെ അടുത്ത് കൊടുക്കാനില്ല, തരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണേൻ്റെ ഇടയ്ക്ക് കാണാം ഷിബിലി ഇതാ പുതിയ വീട് മൊത്തത്തിൽ എടുത്തിക്കണ്. റെനോവേറ്റ് ചെയ്ത് ലുക്കായി കളർഫുൾ ആയിട്ട് അതിന് പരിപാടിക്ക് വിളിച്ച്. അപ്പൊ ഞാനും പൈസ മൊത്തോടെ വന്ന് നോക്കി, എന്താ അവസ്ഥ, ഇവരൊക്കെ ഫുള്ള് റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് സെയിൽസ് ടീമിൽ ഇരുന്നപ്പോഴായിരിക്കും അല്ലേ? അഡ്മിഷൻ ടീമിന്ന് ഓൾമോസ്റ്റ് ആ ഒരു ഇറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ആ സംഭവം ഉണ്ടായിരുന്നു. റിച്ച് ആയിട്ട് ഒരു മാസം എത്ര വരെ കൊണ്ടുപോയി വിടുന്നത് അത് പുറത്ത് പറയുന്നത് പറയണോ? എനിക്ക് ഓർമ്മ, എനിക്ക് 7 ലക്ഷമാണ് എൻ്റെ ഒരു ഓർമ്മ ഇല്ലേ? ഏറ്റവും ഹയസ്റ്റ് 6.25 കൊണ്ടുപോയിട്ടുണ്ട്. അത് കണക്കിൽ വന്നതല്ലേ, പിന്നെ മറ്റേ TDS ഇതൊക്കെ കട്ട് ചെയ്താൽ വലിയ അല്ലല്ല, 6.25 ടോട്ടൽ എമൗണ്ട്. 6.25 ലക്ഷം ഒരു മാസം പറയല്ലേ. ഇത് എല്ലാ മാസവും ഞാൻ 6.25 ലക്ഷം കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചാൽ എല്ലാ മാസവും അല്ല, എന്നാലും ഒട്ടുമിക്ക മാസം എനിക്ക് സെയിൽസ് ടീമിലൊക്കെ ബിൽഡ് ചെയ്ത സമയത്ത് 2 ലാക്ക് ആ റേഞ്ചിലൊക്കെ കൊണ്ടുപോയിട്ടില്ലേ? ആ റേഞ്ചിൽ ഉണ്ടായിട്ടുണ്ട്. 7 ലാക്ക് 6 പോയിന്റ് സംതിങ്. ഓ ഞെട്ടിപ്പോയി, വിഷമേ നന്ന്. ഞാനും പൈസ ആലോചിച്ചു, ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് സാധാരണ സെയിൽസ് ടീമിൽ ജോയിൻ ചെയ്താലോ. ഞങ്ങളെ കണക്ക് പേപ്പറിലല്ല, ഇപ്പൊ നീ പറഞ്ഞ മാതിരിയാണ്, പേപ്പറിലേ ഉള്ളൂ, നമുക്ക് ഫണ്ട് കിട്ടണില്ലല്ലോ. അപ്പോ ആ സമയത്ത് എനിക്ക് വന്നിട്ട് ഞാൻ 70,000 പറ്റിയാണ് സാലറി എടുക്കണത്. ആ സമയത്താണ് നീ 2 ലക്ഷം 3 ലക്ഷം കൊടുക്കുന്നത്. അപ്പൊ വിഷമല്ലാണ്ട് നിൽക്കുവോ? പക്ഷേ അന്നത്തെ പെർഫോമൻസ് ഭയങ്കരമായിരുന്നു അല്ലേ? അന്നത്തെ സെയിൽസ് ടീമിന്റെ പെർഫോമൻസ് ഭയങ്കര പീക്ക് പെർഫോമൻസും പീക്ക് ടൈം ആയിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറ. വർക്ക് എങ്ങനെയാണ് നീ കാണുന്നത്? എത്ര ടൈമിലാണ് നീ പ്രോട്ടോടൈപ്പിൽ സെയിൽസിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? വർക്ക് സ്റ്റൈലും ഓക്കെ. സെയിൽസ് ടീമിൽ നിന്നല്ല, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെയും എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ഇവിടെ വന്ന മെജോറിറ്റി അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ പല ആൾക്കാരുടെയും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ 3 days വർക്ക്ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ള ഭയങ്കര ഇതുണ്ടായിരുന്നു.
ഒരു സെൽഫ് എസ്റ്റീമും ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഒരു എക്സാക്റ്റ് ഒരു പ്രോപ്പറായിട്ട് ഗോൾ സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണം, ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി കിട്ടിയപ്പോൾ ഞാൻ ഫുൾ പവറായി. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്, ഇത് പൊളിക്കണം എന്നുള്ളൊരു ലെവലിലായിരുന്നു ഞാൻ. അതേപോലെ തന്നെ ഈ കമ്പനിയിൽ ഞാനൊരു ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് ഗ്രോ ചെയ്യണം, കമ്പനീനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം, അതിൻ്റെ ഒരു പീക്കിൽ ആളാവണം എന്നുള്ള ആ ഒരു ഇനീഷ്യൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ എൻ്റെ ടീമിലുള്ള വർക്ക് ചെയ്യുന്നവരടുത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവിടെ വർക്ക് ചെയ്തായിക്കോട്ടെ, അത് ഞാൻ BD ആയിട്ട് വർക്ക് ചെയ്തായിക്കോട്ടെ, ടീം ലീഡ് ആയിക്കോട്ടെ, ടീം ഹെഡ് ആയിക്കോട്ടെ, കോർ ടീം ആയിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും ഞാനിരിക്കുന്ന ആ റോളിൽ ഞാനായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് ഭയങ്കര വാശിയുള്ളൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഭയങ്കര ഒപ്പം നടക്കുന്നവരെ ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അത് ഭയങ്കര ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും അമീറും ചിലപ്പോൾ ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു മന്ത് പോലും അമീറിന് എന്നെ മുന്നിൽ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമല്ല. അതേപോലെ തന്നെ ഞാൻ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വേറെ ടീം ലീഡ്സ് ഉണ്ടാവും. അത് ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ടീം ലീഡർ ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയണം. ഞാൻ ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ എത്തിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കോർ ടീമാണ്. കോർ ടീമിൽ നമ്മൾ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനിയിൽ ഞാൻ ഫ്രണ്ട്സ് ഉണ്ടാക്കാറില്ലെങ്കിൽ പോലും നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരേ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സായിട്ട് മാറുന്ന ആൾക്കാരാണ്. അതേപോലുള്ള ആൾക്കാരാണ് കോർ ടീമിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക്. ബട്ട് സ്റ്റിൽ കോർ ടീമിലെ ഏറ്റവും ബെസ്റ്റ് മെമ്പർ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ പേര് പറയണം. അതിന് വേണ്ടി ഞാൻ ആ രീതിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ടൈം, അതേപോലെ തന്നെ ലീവ്, ലീറ്റ്, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അത് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഒരു 3 മന്തോളം നമ്മളന്ന് 8:30 ആയിരുന്നു നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം 9 ആണ് നമുക്ക് വർക്കിംഗ് ടൈം. ആ 8:30 ആയിട്ട് പോലും ആദ്യത്തെ ഒരു 3-4 മന്തിൽ ഒരു ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 3 to 6 മന്തിൽ ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ സൈബർ പാർക്കിലാകുമ്പോൾ 8:30 to 11 വരെയാണ് ഓഫീസ് ടൈമിങ്, അല്ലെങ്കിൽ ഓഫീസ് അലൗഡ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാൻ അതേപോലെ തന്നെ ഷബീർ ഉണ്ടാവും. ഷബീർ ഇപ്പോൾ നമ്മളെ കോർ ടീം മെമ്പറാണ്. ഞാനും ഷബീറൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കും, ഇപ്പോൾ ഭയങ്കര സുഖമല്ലേ, അല്ലെങ്കിൽ ടൈമിങ് പ്രശ്നമില്ല, ലീവ് പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഏൺ ചെയ്തതാണ്. ഏൺ ചെയ്തത് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് കഴിഞ്ഞൊരു 3-3.5 വർഷത്തിനുള്ളിൽ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയിലും ഇതിലൊക്കെ കുറേ മാരേജസ് വന്നിട്ടുണ്ട്, കുറേ ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാക്രിഫൈസ് ചെയ്തതൊന്നും വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമല്ല. അത് സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ, ചെങ്ങായി എന്ത് വർക്കാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, എനിക്ക് ശനിയാഴ്ച പോലും ഒരു ഒഴിവില്ല, അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലേ ഞങ്ങൾ വിളിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, അവൾ UK നിന്ന് വന്നിട്ടും ഒരു ദിവസം എൻ്റെ അടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത് എൻഡ് എന്തോ ആയതുകൊണ്ട് സെയിൽസിൽ എനിക്ക് സെയിൽസ് ടാർഗറ്റൊക്കെ അടിക്കുന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ എനിക്കൊരു തോന്നുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്ത് ഇതായതാണ്. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നാളെ ഇപ്പോൾ ഞാനൊരു മാരേജിന് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ കഴിഞ്ഞൊരു 3.5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മാരേജിന് വേണ്ടിയിട്ട് ലീവ് എടുക്കുന്നത്. കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞ ഷൂട്ട് ഇപ്പം ഇന്ന് രാത്രി ചെയ്യാം. അപ്പോൾ പറഞ്ഞത് ഇല്ല നാളെ വേണേ ചെയ്യാം. ഞാൻ പറഞ്ഞു നാളെ മാരേജ് അല്ലേ, ഇനി പൊക്കോ. അപ്പോൾ എന്നോട് പറയണേ ഇല്ല നാളെ ഷൂട്ട് നാളെ കംഫർട്ടായിട്ട് ചെയ്യണമെങ്കിൽ നാളെ ചെയ്യാം, ഞാൻ മാരേജ് ഒഴിവാക്കാന്ന് തന്നെ. ഞാൻ പറഞ്ഞു ഇല്ല വേണ്ടത് പൊക്കോന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒന്ന് ഷൂട്ടാക്കി. അല്ല, അത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും എന്തിനപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, വെറും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ മാരേജിൽ പോകാനുള്ള വേറൊരു റീസണും കൂടിയിട്ടുണ്ടോ, അത് അത്രയും എനിക്ക് വേണ്ടപ്പെട്ടുള്ള ആൾക്കാർ. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ലാപ്ടോപ്പ് കിട്ടുന്നത്, ഞാൻ ഇപ്പോൾ പല ആൾക്കാർക്കും ലാപ്ടോപ്പും കാര്യങ്ങളും, എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അതായത് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഈവൻ +2 അല്ലെങ്കിൽ കോളേജിലെത്തിയപ്പോൾ പോലും എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പോ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അതിൽ തന്നെ കോളേജിലെത്തിയ ഒരു 2nd ഇയർ ഒക്കെ ആയപ്പോൾ ഊപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അപ്പോഴാണ് കോളേജിലെത്തുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് കിട്ടുന്നത്. അല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ ആണെന്ന് ആകെ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിൽ എപ്പോഴെങ്കിലും ഒരു 1 hour കയറുമ്പോഴാണ് എനിക്ക് യാതൊരു നോളജും ഇല്ല അതിനെപ്പറ്റി. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ആ ലാപ്ടോപ്പ് തന്ന ആളുടെ മോൻ്റെ മാരേജാണ് നാളെ. അതായത് എൻ്റെ വളരെ ക്ലോസ് കസിൻ ആയിട്ടുള്ള. അപ്പോൾ പിന്നെ അവർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് വർക്കിൻ്റെ കേസായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ലീവ് ലേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇവർ പറയുന്നുണ്ടാവും എന്തിനാ അങ്ങനെയൊക്കെ ഇതാക്കുന്നത്, ഹെൽത്ത് നോക്കേണ്ടതെന്ന്. ഹെൽത്ത് നോക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഇതൊരു 50 വയസ്സ് വരെ 60 വയസ്സ് വരെ ഞാൻ അങ്ങനെ പണിയെടുക്കാൻ പോകുന്നില്ല.
ഞാൻ മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 3-4 ഇയേഴ്സ് അത് ഞാൻ ഈ രീതിയിൽ വർക്ക് ചെയ്ത് പിന്നെ ഞാൻ ഫ്രീ ആവും എന്നുള്ള സാധനമാണ് പറയുന്നത്. ഡിസിപ്ലിൻ ഈക്വൽ ഫ്രീഡം എന്നുള്ള മോഡ്യൂൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ കോർ ടീം മെമ്പർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. കോർ ടീം മെമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല പല ടീമിലുള്ള ആൾക്കാരിനെ ടോപ്പ് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പൊസിഷൻ വെച്ചതാണ് കോർ ടീം മെമ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കമ്പനിയിലും ഉണ്ടാവണമെന്നില്ല, പ്രോട്ടോടൈപ്പ് നമ്മൾ വെച്ചതാണ്. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് തുടക്കം മുതലുള്ള ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കുക. അതായത് ഇപ്പോൾ അവർക്ക് ടൈമിംഗ് ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് പ്രോട്ടോടൈപ്പിൽ സാധാരണ 9 മണിക്ക് വരണം, അല്ലെങ്കിൽ ഈവനിങ് ഇത്ര സമയം വരെ ഇരിക്കണം. ലീവ് ആണെന്നുണ്ടെങ്കിലും മുൻകൂട്ടി അറിയിക്കാൻ മാത്രമല്ല, ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ലീവ് കൂടുതൽ മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാലറി കട്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോർ ടീം മെമ്പേഴ്സിന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫൗണ്ടേഴ്സ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉള്ള ഫ്രീഡം. അതായത് അവരെവിടെയുള്ളത് ഇല്ലാത്തത് എന്നുള്ളത് പറയണമെന്നില്ല, അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല, ഓഫീസിൽ എത്തേണ്ട ആവശ്യമില്ല, ടൈമിങ്ങിൻ്റെ കാര്യങ്ങളില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫ്രീഡം ഉള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയതാണ്. അതാണ് കോർ ടീം മെമ്പർ. അതിൽ ഷിബിലി ഫസ്റ്റ് കോർ ടീം മെമ്പർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വേറെ പ്രത്യേക കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ കോർ ടീം മെമ്പറിൽ നിന്നിട്ട് എനിക്ക് അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത വേറൊരു കാര്യം. സോ കോർ ടീം മെമ്പേഴ്സിൽ നിൽക്കുമ്പോൾ ഈ ഫ്രീഡം ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഫ്രീഡം സാധാരണ ഫ്രീഡം കിട്ടുമ്പോൾ എല്ലാവരും എന്ത് സംഭവിക്കും, ആ ഫ്രീഡം അങ്ങോട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് മുതലെടുക്കുന്ന രീതിയിലോട്ട് മാറും. മുതലെടുക്കാന്നല്ല, ഒരു അതിലോട്ട് അങ്ങോട്ട് അങ്ങനെ ആയ കുറച്ച് ആൾക്കാരുണ്ട് കോർ ടീമിൽ അല്ലേ. കുറച്ച് അങ്ങനെ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് അവരിത് അതിലോട്ടൊക്കെ ലയിച്ചു പോയ ആൾക്കാരുണ്ട്. പക്ഷേ ഷിബിലിനെ അപ്പോഴും നമ്മൾ നോട്ട് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷിബിലി എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നു. മറ്റുള്ളവരെല്ലാവരും അങ്ങനെ നല്ല വളരെ കുറഞ്ഞ സമയങ്ങളിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ചെറുതായിട്ട്. അപ്പോൾ പക്ഷേ ഷിബിലിയുടെ കാര്യത്തിൽ നമ്മൾ നോട്ട് ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര വർക്കെത്തിക്കൂടെയാണ് അപ്പോഴും കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ HR മാനേജറൊക്കെ എന്നോട് പറഞ്ഞ് ഓർമ്മയുണ്ട്. അതായത് ഇപ്പോഴും ഷിബിലി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഇല്ല അല്ലെങ്കിൽ വേറെ എവിടെ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിലി പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഷിബിലിയുടെ കാര്യത്തിൽ സംശയമില്ല. അല്ല ഒന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോർ ടീം സെലക്ട് ആവുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാന്നല്ല, ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫാമിലി, എൻ്റെ അളാപ്പ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരനെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, നീ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇറീപ്ലേസബിൾ ആയിരിക്കണം എന്നുള്ളത്. അതായത് ഓൽക്ക് പിന്നെ നീ ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പൊസിഷൻ, നീ വർക്ക് ചെയ്തിരുന്ന സാധനം നീ ഇല്ലാതെ അവിടെ വർക്ക് ആവരുത്, ആ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതെൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ തുടക്കം അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോലും ഞാനത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നൊരു പൊസിഷൻ എനിക്ക് ഭയങ്കര ലക്കി പൊസിഷനും കൂടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ഞാൻ ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടുള്ള എന്തെങ്കിലും, ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും അതായിരിക്കും ഞാൻ അത്രയും കാലം ഉണ്ടാക്കിയെടുത്തൊരു സംഭവത്തിന് ബ്രേക്ക് ആവുന്നത് എന്നുള്ളൊരു ഫീൽ എപ്പോഴും എനിക്ക് ഒരു മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എപ്പോഴും എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടും ഇതൊക്കെ പ്രോപ്പറായിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാൻ പ്രൊഫഷണലുള്ള കാര്യങ്ങൾ എന്താ ഞാൻ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചപ്പോഴേ എന്തോ വേറെന്തോ സംഭവം ഉണ്ടായി വിചാരിച്ചു. 3-4 വർഷത്തിൽ വർക്ക് ചെയ്തിട്ട് ഒരു ഫ്രീ ആവാന്നുള്ള കാര്യം നമ്മളും പറയണത് തന്നെയാണ്. അതായത് കുറച്ച് കാലം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, പിന്നെ ഫ്രീ ആവാന്നുള്ളത് തന്നെയാണ്. എന്താ പ്ലാൻ ശരിക്കും ഫ്യൂച്ചറിൽ? എന്താ പ്ലാൻ? എന്താണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഇത് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മാരീഡ് അല്ലല്ലോ? എനിക്കറിയാം. അല്ല, സിനിമ നടിമാരെ നോക്കിയായിരിക്കണം. സിനിമ നടിമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുക. ഫുൾ നെയിമും വേണം, ഇൻസ്റ്റാഗ്രാം വഴി വെക്കണം, ഫോളോവിംഗ് ലിസ്റ്റിൽ കയറിയാൽ മതി, എന്നാലും മതി. കുറെ സിനിമ നടിമാർ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ അവരെ എന്റെ ഫോളോ ലിസ്റ്റ് നോക്ക്, ഞാൻ നോക്കലുണ്ട്. എന്റെ ഫോളോവേഴ്സ് ആയിട്ട് കുറച്ച് സിനിമ നടിമാരുണ്ട്. ആയിക്കോട്ടെ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താ പ്ലാൻ എന്നുള്ളത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് ആക്ച്വലി അല്ലെങ്കിൽ ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചുമ്മാ പറയുന്നല്ല, ഇപ്പം നിങ്ങളോട് പറയാൻ വേണ്ടി പറയുന്നല്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ എൻ്റെ പ്ലാന്, ബിസിനസ് തുടങ്ങാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ മൈൻഡിൽ വെയ്ഗായിട്ട് ഉള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളൊരു ടാർഗറ്റായി വെച്ചിരിക്കുന്ന ഇതെവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഡ്രീം ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ഒരു ബയോ ആ ലെവലിലേക്ക് എത്തിച്ചിട്ട്
എന്നിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ അങ്ങനെ അത് സീരിയസ് ആയിട്ട് ആലോചിച്ച് ഇതാക്കി ആ ലെവലിലേക്കൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പ്രോട്ടോടൈപ്പ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് 1-2 കേസുകൾ. അതായത് ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ ഓൾറെഡി വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പല കമ്പനിയുടെ ഷെയർ മേടിക്കുക വിൽക്കുക അങ്ങനെ പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്നത് ഇപ്പോൾ പ്രോട്ടോടൈപ്പിൽ പലരും തെറ്റിദ്ധരിക്കും, ഇവരെന്തോ ഭയങ്കരമായിട്ട് ഫണ്ട് ഇങ്ങനെ കൊയ്ത് കൊണ്ടുപോവാണ്, മന്ത്ലി ഇവർക്ക് കുറേ കുട്ടികളൊക്കെ ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റുഡൻസൊക്കെ പറയണത് കോടികൾ വീട്ടിൽ കൊണ്ടുപോവാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എഡ്യൂക്കേഷനിൽ ചേഞ്ച് വരുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ കുറേ ആൾക്കാരെ ബേസിക് കോഡിങ് പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് എത്തേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറേ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് പ്രോഫിറ്റ് അല്ല നമുക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാവണത്. പക്ഷെ എന്തിനാണ് പിന്നെ 3-4 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടോടൈപ്പിനെ വളർത്തിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലിപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ബാച്ചൊക്കെ പുറത്തിറങ്ങാറായി. അപ്പോൾ അടുത്തത് നമ്മൾ കന്നഡ, തെലുങ്ക്, ഹിന്ദിയും ഇതിലോട്ടൊക്കെ പോയിട്ട് നമ്മളൊരു വലിയ കമ്പനിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര കൂടുതൽ ഞാനും പഠിച്ചിട്ടില്ല, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര റവന്യൂ ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലോട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഷെയർ മാർക്കറ്റിലോട്ട് കമ്പനിനെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് കമ്പനിയുടെ ഷെയറിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നത്, അതായത് ഫൗണ്ടേഴ്സായ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കോർ ടീം മെമ്പേഴ്സ്, ഇവർക്ക് ഷിബിലി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഓൾറെഡി നമ്മൾ ഫ്രണ്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടൊരു 100ഓളം പേർക്ക് ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി ഇക്വിറ്റി കിട്ടും കയ്യിൽ. അപ്പോൾ ഇക്വിറ്റി വലിയൊരു സംഖ്യയായിട്ട് മാറും, നാളെ കോടികളുടെ വിലയാവും. അങ്ങനെ ഓൾറെഡി ഷിബിലൊക്കെ മില്യണറാണ്. ഇപ്പോഴത്തെ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു വലിപ്പം വെച്ചിട്ട് ഷിബിലി മില്യണറാണ്. അതായത് ഞങ്ങൾ പറയുന്നത് പേപ്പറിലാണ് മില്യണർ എന്നുള്ളത്. അപ്പോൾ നമ്മളും ഞാനൊക്കെ കാണുന്ന ഒരു വലിയ സ്വപ്നം എന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഇതൊരു എക്സിറ്റ് തന്നെ കാണുന്നത്, അങ്ങനെ ഒരു രീതിയിലോട്ട് മാറുക. അല്ലെങ്കിൽ വേറെ വലിയ ഏതെങ്കിലും എഡ്യൂക്കേഷൻ്റെ ബ്രാൻഡ് നമ്മൾ വന്നിട്ട് പർച്ചേസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസ്. പർച്ചേസ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം. പ്രോട്ടോടൈപ്പ് തകർക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഇത്രയും കാലം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സെൽഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ മോഡലൊന്നും നമുക്ക് തകർക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലാത്ത രീതിയിൽ പിന്നെ ഞാൻ റീസെൻ്റ്ലി പറഞ്ഞ നമ്മളെ എക്സിറ്റ് ഒന്നും അല്ലാതെ യൂണിവേഴ്സിറ്റി പ്ലാനിൻ്റെ കാര്യങ്ങളോട് വലിയൊരു പ്ലാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് റീസെൻ്റ്ലി ഞങ്ങൾ ഇവരോട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചിന്ത. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവരോടും ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഷിബിലി പറഞ്ഞപ്പോൾ പറയാം 3-4 വർഷം കൊണ്ട് വർക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയെ, അപ്പോൾ പിന്നെ വർക്ക് ചെയ്യണില്ലേ? അങ്ങനെയല്ല. പിന്നെ ഒന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷിബിലിക്ക് ഒന്നിന് വർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറും എന്നുള്ള രീതിയിൽ പാഷനേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ വർക്ക് എൻ്റർടൈൻമെൻറ്റ് വർക്ക് ചെയ്യാന്നുള്ളൊരു ഫീൽ തോന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കണം എനിക്കൊരു വർക്കല്ല, നമുക്ക് എപ്പോൾ വന്നിട്ട് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് വീഡിയോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് പ്രാക്ടീസ് ആവണതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് കാര്യം ഇപ്പോൾ കോഡ് ചെയ്യുമ്പോൾ പണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ പാഷനായിട്ട് മാറുന്ന സാധനങ്ങൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് മാറും. പിന്നെ നമ്മൾ വല്ലാതെ പറയില്ല ഇതിനെക്കുറിച്ച്, ആരെന്ത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് പറയില്ല. അപ്പോൾ ആ രീതിയിൽ വർക്കിനായി മാറുമ്പോൾ, പാഷനേറ്റായിട്ട് മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, അത് സിമ്പിൾ കാര്യമായിട്ട് മാറും. പിന്നൊരു കേസാണ് ഈ പറഞ്ഞത്, നമ്മൾ ഇതേപോലുള്ള വലിയ എക്സിറ്റോ കാര്യങ്ങൾ വരുമ്പോൾ വലിയ ഫണ്ടായിരിക്കും ഇവർക്ക് വരിക. അതായത് സാലറിയും ഈ കാര്യങ്ങളൊക്കെ കൂടുന്നതും കാര്യങ്ങളൊക്കെ അതൊരു ചെറിയ കാര്യം മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. അതായത് ഇവിടുത്തെ സാലറി ചെറുതാണെന്നുള്ളതാണ് ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് പല മീറ്റിങ്ങിനും നമ്മളിവിടെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സാലറി ചെറുതാണ്, അതിനപ്പുറം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. സാധാരണ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന പോലെയല്ല. ടീമിൻ്റെ ഒരു ശതമാനം, എത്ര ശതമാനം ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരു വലിയൊരു ശതമാനം തന്നെ നമ്മൾ ടീമിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശതമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഷിബിലി ഇപ്പോൾ ഓൾറെഡി മില്യണറാണെന്നൊക്കെ ഞാൻ അതാണ് മില്യണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $8 8 കോടി അവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ആ ലെവലിൽ ടീം വളരുക എന്നുള്ള രീതിയിൽ എല്ലാവരും വളരുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ നീ 8,000 എടുക്കുന്ന സമയത്ത് എൻ്റെ സാലറി 35,000 അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ എല്ലാവരും ആ രീതി. ഇപ്പം ഞാൻ ഈ 35,000 എന്ന് പറയുമ്പോൾ വിചാരിക്കും കുറഞ്ഞ സാലറി അല്ല കൂടിയ സാലറി ആണെന്ന്. ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 1.25 ലക്ഷം സാലറി ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല സാലറി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ 35,000 സാലറിക്ക് വരുന്നത്. അപ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, EMI കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് അതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയൊരു ബ്രാൻഡ് ആവുക, വലിയ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയുള്ള ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ 9 to 5 കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യില്ല, സൺഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ടൈമിലുള്ള എൻ്റെ വർക്ക് ഞാൻ പിന്നെ എന്തിനു വർക്ക് ചെയ്യണ് എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടോടൈപ്പിൽ സ്ഥാനം ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടോപ്പ് സ്ഥാനം ഇല്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പം 200ഓളം ആൾക്കാരായപ്പോൾ നമുക്ക് താഴെ കടയിലൊക്കെ നമുക്ക് ആൾക്കാർ വരുന്നുണ്ടോ, പക്ഷെ ആ മെൻറ്റാലിറ്റി എനിക്കറിയില്ല. ആ ലീഡും അവന്മാരെ ഹെഡും പറഞ്ഞു കൊടുക്കണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും മോട്ടിവേഷൻ കിട്ടുമോ, കാര്യങ്ങൾ കിട്ടും. പക്ഷെ അല്ലാത്തവർ എനിക്ക് തോന്നുന്നത് അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തന്നെയാണ് അല്ലേ. ആ ഒരു രീതിയിൽ വലിയൊരു റിസൾട്ടാണ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അത് ക്ലിയർ ആക്കി തന്നാണ്. ഇനിയിപ്പോൾ പലരും തെറ്റിദ്ധരിക്കും, നീ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തോടെ പോയല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെയൊന്നല്ല, ബാക്കിയുള്ള എല്ലാ എന്റർടൈൻമെന്റും ഇല്ല ഇതിന് ഇൻ ബിറ്റ്വീൻ. മൂവിക്ക് പോവുക ഇപ്പൊ മുമ്പാണെന്നുണ്ടെങ്കിലാണ് പിന്നെയും കുറച്ച് ഇതുണ്ടായത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ കേസിൽ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ബട്ട് വേറെ ഇതൊന്നുമില്ല എനിക്ക്. അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമാണ് പോയിന്റ്. എനിക്കെന്തോ എൻ്റെ അടുത്ത് ഫ്രണ്ട്സും അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ചോദിക്കുന്നത് എനിക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവരുടെ തന്നെ പറയാം, ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ഇൻഫോസിസിലുണ്ട്, TCSലുണ്ട്, ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്ത് UK വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇൻഫോസിസിലോ TCSലോ ഒക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും പണ്ടിക്കൂല. ഞാൻ ഒന്ന് കറക്റ്റ് 5:30 ചിലപ്പോൾ പോയേനെ. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല അവിടെ നിന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ആ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമല്ലോ, അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് ഇതാക്കിയിട്ട് ആ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നല്ലതാണ്. അത് ഞാൻ സ്റ്റാർട്ടപ്പ് വേഴ്സസ് MNC എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് MNCയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മെൻറ്റാലിറ്റി, നമ്മൾ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന മെൻറ്റാലിറ്റി ടോട്ടലി ഡിഫറൻ്റ് ആണെന്നുള്ളതും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ESOPനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യങ്ങളെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടപ്പിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട ആൾക്കാരല്ല. നാളെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലമാണ് പരിഹരിക്കുന്നത്. അതായത് 95% കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് സ്കില്ലില്ലാതെ പുറത്തിറങ്ങുന്ന പ്രോബ്ലമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലേ? എന്നെയും പോലെ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം പരിഹരിക്കുകയാണ്. അതുപോലെ നാട്ടിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. മനുഷ്യൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതായത് നിങ്ങൾ ആലോചിക്കുക എന്തൊക്കെ ബ്രാൻഡുകൾ. മനുഷ്യൻ്റെ മുടി ബെറ്ററാക്കിയ അത് ബ്രാൻഡാണ്, മനുഷ്യൻ്റെ കണ്ണ് ബെറ്ററാക്കിയ അത് ബ്രാൻഡാണ്, മനുഷ്യൻ്റെ കാഴ്ച, മനുഷ്യൻ്റെ കൈ, മനുഷ്യൻ്റെ സ്കിന്ന്, മനുഷ്യൻ്റെ എന്താണോ ആരോഗ്യ, ഹെൽത്ത്, സംസാരിക്കുന്നത് ഇംഗ്ലീഷ്, എന്താണ് ഇപ്പോൾ കോഡിങ് നമ്മളെ ഇതാക്കുന്നത്. അതുപോലെ നാട്ടിലുള്ള മനുഷ്യൻ്റെ ബെറ്റർ ലൈഫ് കൊടുക്കാനായിട്ട് എന്ത് സർവീസിനെയും നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആക്കിയിട്ട് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പല പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ AI വന്നുകൊണ്ട് പുതിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ നാളത്തെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാവണം ഇതിലെ ടോപ്പ് ആൾക്കാരെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതെ, ആ ഒരു പ്ലാനോട് ഇല്ലേ? അതെന്തായാലും ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഓക്കെ ഇത് ഇന്ന വർഷം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്ന രീതിയിൽ സാധനം ചെയ്യുക, അങ്ങനെ ഒരു സാധനം ഇല്ലാന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഇവിടെ ഞാൻ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു MNCയിൽ നിങ്ങൾ പോയി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ടീം ലീഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന മാനേജർ, ഏത് പ്രൊജക്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് പോലും നമുക്ക് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഇതുപോലുള്ള സ്റ്റാർട്ടപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള CEO അല്ലെങ്കിൽ സ്യൂട്ടിലുള്ള ആൾക്കാരെ പോലും നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. കമ്പനിയിൽ ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നുള്ളത് ശരിക്കും പഠിക്കുകയാണ്. അതായത് അത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത് മുതൽ അവരെ റീറ്റെയിൻ ചെയ്യുന്നതും അവർക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നതും അവരെ ഫയർ ചെയ്യുന്നതും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഈസിലി ഡയറക്റ്റ് ആയിട്ട് കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് പഠിക്കുകയാണ് ഇപ്പോൾ. ദെൻ നമുക്ക് ആ രീതിയിൽ ഫ്യൂച്ചറിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്, ഫ്യൂച്ചറിൽ ഇവരൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹമുള്ളത്. അതിന് നമ്മൾ എടുത്തുനിന്ന് കുറേ സപ്പോർട്ട് ഇനി ചെയ്യണം എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ആഗ്രഹമുള്ളത്. പിന്നെ ഇനി അതെന്താ വെച്ചാൽ, ഇപ്പോൾ 2 റോളുകൾ നീ മെയിനായിട്ട് നിന്ന്, ഒന്ന് സെയിൽസ് ടീം അല്ലെങ്കിൽ അഡ്മിഷൻ ടീം എന്ന് പറയും, നമ്മുടെ സ്റ്റുഡൻസിനെ എൻ്റർ ചെയ്യുന്ന ഭാഗം. അവിടെ നിന്നിട്ട് നീ പിന്നെ നിന്നത് പ്ലേസ്മെൻറ്റ് ടീമിലോട്ടാണ്. പ്ലേസ്മെൻറ്റ് ടീം ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്, ആദ്യം മുതൽ ബിൽഡ് ചെയ്യാണ്. സെയിൽസ് ടീം ശരിക്കും ബിൽഡ് ചെയ്യാനാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ആദ്യം വന്നപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളായിരുന്നു, പക്ഷെ അവിടെ നീ തന്നെയാണ് ബിൽഡ് ചെയ്തുണ്ടാക്കിയത്. സിയാഫ് ഉണ്ടായിരുന്ന പിന്നെ സിയാഫ് പോയി, പിന്നെ നീ ബിൽഡ് ചെയ്ത് എടുക്കുക ചെയ്ത്. അപ്പോൾ രണ്ടിൻ്റെയും വർക്കിൻ്റെ രീതിയൊക്കെ എങ്ങനെയുണ്ട്? അതായത് ഒന്ന് സ്റ്റുഡൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത്, അല്ലേ? പല 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 സ്റ്റുഡൻസ് ഉണ്ടാവും. സ്റ്റുഡൻസിനെ എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളത്. അതായത് സ്റ്റുഡൻസ് ചിലപ്പോൾ ഒന്നുകൂടി പേടിച്ചിട്ടായിരിക്കും കോൾ ചെയ്യണത്, ഐഡിയ ഇല്ലാതെ കോൾ ചെയ്യുന്ന ആൾക്കാരും കൂടുതലും ഉണ്ടാവുക. പക്ഷേ ഇവിടെ പ്ലേസ്മെൻറ്റ്സ് സൈഡിലോട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇംഗ്ലീഷ് മസ്റ്റാണ്, കമ്മ്യൂണിക്കേഷൻ, അല്ലേ? കമ്പനീസിൻ്റെ HR മാനേജർമാരായിരിക്കും, ഫൗണ്ടേഴ്സിനായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവരൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ല പേടിയില്ലായിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ ഇത് രണ്ടും സെയിൽസ് ആണ്. ഒന്ന് B2B സെയിൽസ് ആണ്, ഒന്ന് B2C സെയിൽസ് ആണ്. B2Bന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പനീസിന് നമ്മൾ റിലേഷൻ ബിൽഡ് ചെയ്യാണ്. ആ റിലേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഒറ്റ കോളിൽ ഇരുന്നിട്ട് ഞങ്ങൾ അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയല്ല. നമ്മൾ അവരായിട്ട് ആദ്യം ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് അവർക്ക് നമ്മളെ ട്രസ്റ്റ് വന്ന്. ബട്ട് അവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വൺസ് നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോർ എ ലൈഫ് ടൈം
അവർ പിന്നെ നമ്മളടുത്ത് വരും. അവർ നമ്മൾ കൊടുക്കുന്നതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ലൈഫ് ടൈം ഇതാണത്, മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് മേജർ ആയിട്ടുള്ളത്. ഓക്കെ. ഇതിൽ ഇപ്പോൾ ചില കുട്ടികൾ നീ അഡ്മിഷൻ എടുത്ത് കൊടുത്ത കുട്ടികളെ നീ അവസാനം പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ രണ്ടും കൂടി കൊടുത്ത ആൾക്കാരുണ്ടാവും. രണ്ടും കൂടി കൊടുത്തതിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അങ്ങനെ ഉള്ളത് ഉണ്ടാവില്ല. കാരണം ഞാൻ ലീഡും ഹെഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയുന്ന കുട്ടികളിൽ തന്നെ ഉള്ളവരുണ്ടായിരുന്നു അങ്ങനെ. ബട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതല്ല. അത് പക്ഷേ ഭയങ്കര ഇതാണ് കേട്ടോ. അതായത് ഈ പ്ലേസ്മെന്റ് രണ്ടും ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ്. കാരണം ഇപ്പോൾ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സെയിൽസ് ടീമിലായിരുന്ന സമയത്ത് ഞാൻ ബൈക്ക് വിറ്റുകാണ്ട് അല്ലെങ്കിൽ ഇതാ ക്യാമറ വിറ്റുകാണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ല ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിന് വേണ്ട വഴികൾ പറഞ്ഞു കൊടുത്ത് അവർ ആ റിസ്ക് എടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടുന്ന് പ്ലേസ്ഡ് ആകുന്ന കാണുമ്പോഴും അവരുടെ ലൈഫ് രക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ പ്ലേസ്ഡ് ആയതിൻ്റെ ശേഷം നമ്മൾ വിളിക്കും. അത് കുറച്ച് ആൾക്കാരെ വിളിക്കുള്ളൂ, കാരണം അപ്പോഴേക്കൊക്കെ ചില ആൾക്കാർ മറന്നിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മൾ അന്ന് അത്രയും അവരൊക്കെ സപ്പോർട്ട് കൊടുത്ത് ആ ഒരു കോൺഫിഡൻസ് കൊടുത്ത് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ നമ്മളെ വിളിക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ പ്ലേസ്ഡ് ആയി അന്ന് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ ലൈഫാണ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് പ്ലേസ്മെൻറ്റിലും നമ്മൾ അവരെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ആ രണ്ട് റോളും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. സ്റ്റുഡൻസിനെ വിളിക്കുമ്പോൾ കൂടുതലും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ എന്താ? സാമ്പത്തികം തന്നെയാണ് കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനാണ് ബുദ്ധിമുട്ട്? അതോ പഠിക്കാനുള്ള ഡൗട്ടാണോ? അതോ സെൽഫ് ലേണിംഗ് എന്നുള്ള പ്രോഗ്രാമായിരുന്നോ? എന്തായിരുന്നു ശരിക്കും? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം അതിൽ കുറേയൊക്കെ ഈ പറഞ്ഞ സാമ്പത്തികമായിരിക്കും മേജർ ആയിട്ടുള്ള ഇതുണ്ടാവുന്നത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതായത് +2കാർക്ക് വരാനുള്ള പേടി ഉണ്ടായിരുന്നു, ഡിഗ്രി ഇല്ലാത്തത് കിട്ടുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു, സെൽഫ് ലേണിംഗ് നടക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എല്ലാ ഒബ്ജെക്ഷൻസ് ഉണ്ടായി. കാരണം നമ്മൾ മുന്നിൽ പ്രൂഫില്ല. എടാ അത് നോക്ക് അവരിങ്ങനായി എന്ന് പറയാനൊന്നും കാണിക്കല്ല. നമ്മൾ പറയുന്ന ആ ഒരു വാക്കിലും നമ്മളെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റിലും മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എല്ലാത്തിലും എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് കഴിഞ്ഞാണെങ്കിൽ അതിന് ഇവിടെ കുറേ ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഇവർക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുക എക്സാമ്പിളാണ്. അപ്പോൾ അവർക്ക് ആകെ ഒരു വരാൻ മടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വരാൻ കുറച്ച് സാമ്പത്തിക അങ്ങനത്തെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പ്ലേസ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ കമ്പനീസിന് വിളിക്കുമ്പോൾ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ് സൈഡിൽ നമ്മളൊരു ബ്രാൻഡാണ്. നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്തും ആ രീതിയിൽ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടും അവർക്കറിയാം നമ്മളൊരു പ്രോട്ടോടൈപ്പ് ബ്രാൻഡാണെന്നും എന്താണെന്നുള്ളതും ഇവിടെ എന്തോ കാര്യമായിട്ട് ഇതാക്കുന്നുണ്ടെന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു ലെവലിലൊരു സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സിറ്റ് സൈഡിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനീസിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രേ ഉള്ളൂ. അവിടെ പിന്നെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് വരെ നമ്മൾ അങ്ങനെയല്ല, ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ സെൽഫ് ലേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതേപോലെ ഹൈലി വർക്ക് എത്തിക്കുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വാങ്ങിച്ചു കൊടുക്കുകയാണ്. ബട്ട് അവിടെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ വൺസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു സ്റ്റുഡൻറ്റ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്താണ്. അപ്പോൾ അവർക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ള മനസ്സിലാവും, പിന്നെ അവരിങ്ങോട്ട് വന്നോളൂ. ആ രീതിയിലാണ്. അങ്ങനെയുള്ള ഏതൊക്കെ കമ്പനീസ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത കമ്പനീസ് ഏതൊക്കെയാണ്? ഇത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ പ്ലേസ് ചെയ്ത കമ്പനി ന്യൂട്രിനോസും അതേപോലെ തന്നെ ജിൽമണിയൊക്കെ പോലുള്ള കുറേ കമ്പനീസ് ഉണ്ട് നമുക്ക് ഓൾറെഡി കണക്ഷനിലുള്ള രീതിയിലുള്ള അവരൊക്കെയാണുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ കമ്പനീസിലേക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക UST ഗ്ലോബൽ ഈ അടുത്ത് നമ്മളോട്ട് ഇങ്ങോട്ട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ജാവ പ്രൊഫൈൽസ് ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ അവർക്ക് ഡിഗ്രി എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതായില്ല, കുറച്ചുണ്ട് അവർ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ് GTS നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ അവരൊരാളെ ഹയർ ചെയ്തു ഓൾറെഡി. നിങ്ങളന്ന് വന്നപ്പോൾ 2 പേരെ മീറ്റ് ചെയ്തില്ല, അവർ ഹയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി വലിയ കമ്പനീസിലേക്കും ബൾക്കായിട്ട് പോകുന്ന രീതിയിലുള്ള കമ്പനിയിലേക്കും ഇനി ഫോക്കസ് ചെയ്യണം. അതാണ് അവിടെ ഇനി ഉമ്മറും ടീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കല്യാണ പ്ലാൻ ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എന്താ അവസ്ഥ? സത്യം പറയണം. എന്ത് സത്യം പറയണം? സാറിന്റെ പോലെ തന്നെ സാറിന് എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. നിനക്കെന്താ പറയാൻ പേടി? അതെ. അടുത്ത കല്യാണം ഉണ്ടാവും? അടുത്ത് മീൻസ് വരും. ഞാൻ ഉമ്മാനോട് ചോദിച്ചോളാം. ഉമ്മാന്റെ അടുത്ത് നമ്മൾ വീഡിയോ ആയിട്ട് പോകണ്ടല്ലോ, ഉമ്മാനോട് ചോദിച്ചോളാം എന്താ അവസ്ഥ. ഇനി നമുക്ക് അറിയേണ്ടത് വെച്ചാല് ഇപ്പോ നേരത്തെ ലാപ്ടോപ്പ് തന്ന കാര്യം പറഞ്ഞു, കസിൻ ആയിരുന്നോ? അതെ, ഒരു എളാപ്പാന്റെ മകൻ. അതെ, ലാപ്ടോപ്പ് വന്നു. ഓക്കെ. അതുപോലെ വേറെ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്? ഫാമിലിയില്, ഫ്രണ്ട്സില്, നാട്ടില്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തവരെ പറയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് അത് അങ്ങനെയുള്ള ഒരാൾക്കാരുടെ ഞാൻ ഭയങ്കരമായിട്ട്
ആ ഒരു ആൾക്കാരായിട്ട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓരോ സമയത്തും ഈ പറഞ്ഞ പോലെ ഉമ്മ പണിക്ക് പോയിട്ട് എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ അന്ന് ഭയങ്കര പൈസയായിരുന്നു. +2 ട്യൂഷന് പോയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര പൈസയായിരുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ പൊസിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കുറേ ആൾക്കാർ. അതിലേറ്റവും എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് എൻ്റെ പാരൻസ് തന്നെ. അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടും, അല്ലെങ്കിൽ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത്, ഞാൻ എൻട്രൻസിന് പോകുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലടക്കം പല ആൾക്കാരും, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരടക്കം, എടാ ഇനി പഠിക്കാൻ പോകണ്ട, ഈ ഗൾഫ് പോയിക്കാൻ എൻ്റെ ഉമ്മനെ നോക്കണ്ടേ, ഇനി ഈ പഠിച്ച എൻ്റെ ഉമ്മാനെ കഷ്ടപ്പെടുത്താനാണോ ഈ നോക്കണത്, എൻ്റെ വീട്ടു ജോലിക്ക് എന്തിനും പോയിട്ടല്ല എൻ്റെ ഉമ്മ ഇതാക്കണമെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നത്, ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ എങ്ങനെയാണോ കഷ്ടപ്പെടുന്നത്, ആ കഷ്ടപ്പാട് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം കൂടി ഒന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ പോയ സമയത്തും എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തവരും, എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ എളാപ്പ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല, പല എളാപ്പാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഫിനാൻഷ്യലിയും ആ രീതിയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പഠിച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ എൻട്രൻസിന് ഈ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസിനൊക്കെ ഭയങ്കര ഫീസായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ തന്നെ നാട്ടിലായിരുന്നു. അവിടെ ഒരു ഫിനിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, എൻ്റെ അയൽവാസിയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഷബീർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളുടെ വീട്ടിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഫ്രീ ആയിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു സോഷ്യലി ഭയങ്കര എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരാളാണ്. ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഫ്രണ്ട്സിൽ എങ്ങനെ അറിയുന്നുണ്ടോ? ഫ്രണ്ട്സിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആവാൻ തുടങ്ങിയതിൻ്റെ ശേഷം നാട്ടിലുള്ള ഫ്രണ്ട്സിനായിട്ട് ഞാൻ കണക്ഷൻ കുറഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് കോളേജിലെത്തിയതിൻ്റെ ശേഷം നമ്മൾ വളരെ ക്ലോസ് ആയിട്ടില്ല, എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നീ ഒന്നും ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിന്റെ നാവുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് പറയാറുണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ സെയിൽസിലൊക്കെ കയറി ഇവിടെ എത്തിയ സമയത്തും അവർ ഇന്നെപ്പോഴും റിമൈൻഡ് ചെയ്യാറുണ്ട്, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, വേറെ ഒന്നുമില്ലെങ്കിലും നിന്റെ നാവുകൊണ്ട് നീ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ പറയില്ല, അതെ നാവുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ആ രീതിയിൽ. ഈ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 6 ലക്ഷം കിട്ടിയപ്പോഴേ എന്തൊക്കെ മേടിച്ച്? ഒന്ന് വീട് പുതുക്കി പണിത്. അങ്ങനെ ചോദിക്കല്ലേ, വീട്ടുകാരൊക്കെ ഇതൊക്കെ എത്രയൊക്കെ കിട്ടി? വീട്ടിലത് അറിയില്ല. വീട്ടില് 10 ലക്ഷത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ വീടിന്റെ പണിയൊക്കെ നടത്തിയപ്പോ ഇതൊക്കെ വീടുന്നാന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പൊ ഈ കാര്യമൊന്നും അറിയില്ല. അപ്പൊ പിന്നെ ബൈക്ക് ഉണ്ട്. ഒരു ഹിമാലയ എടുത്തു വിടാൻ വന്നതിന്റെ ശേഷം അങ്ങനെ തന്നെ ഭയങ്കര നിങ്ങളത്ര സെറ്റപ്പ് ആയിട്ടൊന്നും ഇല്ല. എന്തോ നമ്മളപ്പുറം പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് ബാലൻസ് ഒന്ന് കാണിച്ചതോട്ടെ. ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. കാണിച്ചതോട്ടെ, ചോദിക്കട്ടെ. അത് മാത്രല്ല, നോക്കട്ടെ എന്തൊക്കെ കണ്ടത് നോക്കട്ടെ. പാവണ്ട് ഞാൻ ബാലൻസ് ഇല്ലാത്തൊരു അക്കൗണ്ട് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ അവിടെ സെയിൽസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫുള്ളി മലയാളത്തിലാണ് സംസാരിച്ചത് അല്ലേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് കമ്മ്യൂണിക്കേഷൻ, ബാംഗ്ലൂരായപ്പോൾ ഇംഗ്ലീഷിലായി, പക്ഷേ പ്ലേസ്മെൻറ്റ് ടീമിലായപ്പോൾ ഇംഗ്ലീഷ് വേണം കമ്പനീസിനോട് സംസാരിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷ് ഒരു തുടക്കത്തിലൊരു ചെറിയ സ്ട്രഗിൾ ഉണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തോ? ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സെയിൽസിലാകുന്ന സമയത്ത് ഇപ്പോൾ ഒരു 1-2 വർഷം സെയിൽസിൽ വർക്ക് ചെയ്ത് അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എല്ലാം നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വരുന്നവർ മലയാളത്തിലാണ് സംസാരിക്കുക, നമ്മൾ അവരോട് മലയാളത്തിലാണ് സംസാരിക്കുക. പക്ഷെ ഇവിടെ വന്ന സമയത്തുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാർത്തിക് ഉണ്ട്. അതായത് കാർത്തിക് എന്ന് പറഞ്ഞാൽ നോൺ മലയാളിയാണ്, കർണാടകയിൽ നിന്നാണ്. ആകെ കന്നഡ, ഹിന്ദി, അതെ ഇംഗ്ലീഷ്, ഇത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വന്ന സമയത്ത് പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ഒരു പേടിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൈകൊണ്ട് താളെ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ ബോധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അത് നിർബന്ധമായിപ്പോയി. അതായത് ഇപ്പോൾ നമ്മൾ മലയാളികൾ മാത്രമുള്ള ടീമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡിസൈഡ് ചെയ്യും, ഓക്കെ ഇനി നമുക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാം. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ആയിപ്പോവും. പക്ഷേ ഇവിടെ ഇവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ അത് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ വാട്സാപ്പിൽ ഇംഗ്ലീഷ് പഠിക്കാനും ഇതിനൊക്കെ പൈസ കൊടുത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നടക്കാത്തൊരു സാധനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടതുകൊണ്ട് പറഞ്ഞ് റെഡിയായി ആ ഒരു ലെവലില്. ഓക്കെ, ഇനിയിപ്പോൾ തമിഴ് പഠിക്കണ്ട? തമിഴ് കൊഞ്ചം എനിക്ക് തരും. ഓക്കെ, ഇനി തെലുങ്ക്, കന്നഡ? തെലുങ്ക് ಗೊತ್ತಿಲ್ಲ, നമുക്ക് പഠിക്കാം.
ഇനി 2 വർഷത്തേക്ക് CEO ആയിട്ടുള്ള അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് അറ്റ്ലീസ്റ്റ് 4 സംസ്ഥാനത്തിലോട്ട് എത്തിക്കണം. അതായത് തമിഴും എത്തിക്കണം, കന്നഡയും തെലുങ്കും എത്തിക്കണം. ആരാ മാനേജ് ചെയ്യാ? നിങ്ങളുണ്ടല്ലോ CEO ആയിട്ട്. ഞാൻ മാറും ഇവിടുന്ന്. ആണോ? ആരായിട്ട് മാറണത്? അത് കഴിയുമ്പോ തമിഴ് അറിയണം, കന്നഡ അറിയണം, തെലുങ്ക് അറിയണം. ഇത് ആരാ മാനേജ് ചെയ്യാ? CEO മാനേജ് പഠിച്ച മര്യാദക്ക്. സിഒന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണലി ഉള്ള ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് സിഇഒന്റെ പരിപാടി. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ നീ മാനേജ് ചെയ്യുന്ന ആൾക്കാര് കന്നഡക്കാരും തെലുങ്കന്മാരൊക്കെ ആയിരിക്കും. പഠിക്കും. കണ്ടാ മതി. ഇനി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട്, അപ്പോൾ ഇത് ഇത്രയും വീഡിയോസ് കണ്ടിരുന്ന സബ്സ്ക്രൈബർ പ്രത്യേകിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്ര നേരം കണ്ടിരിക്കണമെങ്കിൽ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു വർക്കിനോട് അല്ലെങ്കിൽ വർക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, അല്ല ഈ ഒരു സ്റ്റേജ് വരെ വാച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനൊരു CEO പൊസിഷനിൽ എത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡ്രീം തന്നെയാണ്, അല്ലെ? ഒരു കമ്പനി നമ്മൾ കയറുക, എന്നിട്ടൊരു 3 വർഷം കൊണ്ട് ഒരു ഹയർ പൊസിഷനിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിൽക്കുന്ന റോളിൽ നിന്ന് അങ്ങനെ ഒരു പൊസിഷനിലോട്ട് അവർക്ക് പോകാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ പോകാൻ പറ്റുമായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാനുള്ളത് അവരോട്? അതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുണ്ടാവും ഇതിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ലെവലിലല്ല നിൽക്കുന്നത്, ഞാനിപ്പോൾ എങ്ങനെ അത്രയും വലിയൊരു കാര്യമൊക്കെ ചിന്തിക്കുക എന്നുള്ളൊക്കെ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ഫിനാൻഷ്യലി ലോ ലെവലിൽ നിൽക്കുന്ന ഒരാളായിട്ടുണ്ടായിരുന്ന ഞാൻ, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ ഒന്നും പഠിക്കാതെ ജസ്റ്റ് കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരാളായിട്ടുള്ള ഞാൻ, അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് പോലും പാസ്സാവാണ്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഫസ്റ്റ് ജോലി എന്നുള്ളത് ഇന്റേൺ ആയിട്ട് 8000 രൂപക്ക് കയറിയ ഒരാളാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിലൊക്കെ പോയിട്ടുള്ള ആൾക്ക് ഒരു 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു 20s തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാർ. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വർക്ക് എത്തിക്ക്, ഡിസിപ്ലിൻ, അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ടൈം അല്ലെങ്കിൽ വർക്കിംഗ് ടൈം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് നിങ്ങളെ കരിയറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. സോ ഡിസിപ്ലിൻ ഈക്വൽ ടു ഫ്രീഡം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് കാലം നമ്മുടെ കരിയറിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഷോർട്ട് കട്ടോ വേറെ പരിപാടിയൊന്നും എൻ്റെ അറിവിലില്ല. അപ്പോൾ ആ രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക്, ഇപ്പോൾ സ്റ്റിൽ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടൊന്നല്ല പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നിൻ്റെ ലൈഫിനെ കുറിച്ചൊരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പ്രോട്ടോടൈപ്പ് ഒരു ലെവലിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു വലിയൊരു എക്സിറ്റോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലൊക്കെ പ്രോട്ടോടൈപ്പ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചുകൂടി വലിയൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഷിബിലിനെ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി വരുന്നതായിരിക്കും. താഴെ നിങ്ങൾ കമൻറ്റ് എഴുതി ഷിബിലിനെ കുറിച്ച് ഓരോന്ന് ചോദിക്കും. ഇനി എന്താ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഗേൾ ഫ്രണ്ടിനെ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചോ. സിനിമാ നടി എന്നുള്ള ആഗ്രഹമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല എന്തായാലും. അപ്പോൾ ഓക്കെ, എന്തായാലും എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യല്ലേ. എത്രയും പെട്ടെന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഇനി നമുക്ക് ജോബ് നേടിക്കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യണ പരിപാടിയിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് മാത്രമല്ല, ഒരുപാട് ലൈഫാണ് മാറ്റപ്പെടുന്നത്. അപ്പോൾ അതിൽ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നല്ല ടീമിനെ ആഡ് ചെയ്യണം, ഒരുപാട് പേരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, പല പല പൊസിഷനിലോട്ട് കയറ്റി കൊണ്ടുവരണം. നിൻ്റെ പൊസിഷനിൽ തന്നെ ഒരു 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ അടുത്താക്കി കൊടുക്കണം. നിന്നെ എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോക്കാടി ചെയ്യായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. അതങ്ങനെയാണ് നല്ല ആരെങ്കിലും വന്നിട്ട് ആ പൊസിഷൻ ഏറ്റെടുത്തേനെ. പണ്ടെന്നെ അങ്ങനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, അവസാനിപ്പിക്കാം. ഓക്കെ.